ചോദ്യം 1. സിപ്പോറിൻ്റെ പുത്രൻ്റെ പേരെന്ത്? ഓപ്ഷൻസ്: മനോവ, ബാലാൻ, ബാലാക്ക്. സിപ്പോറിൻ്റെ പുത്രൻ്റെ പേരെന്ത്? മനോവ, ബാലാൻ, ബാലാക്ക്. ചോദ്യം 2. കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലെയാദിലെ മിസ്പായിലേക്ക് കടന്ന് ഡാഷ് ദേശത്തേക്ക് പോയി. ഓപ്ഷൻസ്: ജഫ്തായുടെ, അമോന്യരുടെ, കാനാൻ. രണ്ടാമത്തെ ചോദ്യം. കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലെയാദിലെ മിസ്പായിലേക്ക് കടന്ന് ഡാഷ് ദേശത്തേക്ക് പോയി. ജഫ്തായുടെ ദേശത്തേക്ക് പോയി, അമോന്യരുടെ ദേശത്തേക്ക് പോയി, കാനാൻ ദേശത്തേക്ക് പോയി. ചോദ്യം 3. ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും ഡാഷ് ദിവസം കരയാൻ പോവുക പതിവായിരുന്നു. ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും ഡാഷ് ദിവസം കരയാൻ പോകുക പതിവായിരുന്നു. ഓപ്ഷൻസ്: 3 ദിവസം, 4 ദിവസം, 6 ദിവസം. ചോദ്യം 4. ജഫ്തായുടെ സ്വന്തം പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജഫ്തായുടെ സ്വന്തം പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: തിമ്ന, മിസ്പ, ഗിലെയാദ്. തിമ്ന, മിസ്പ, ഗിലെയാദ്. ചോദ്യം 5. ഇബ്സാന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? അഞ്ചാമത്തെ ചോദ്യം. ഇബ്സാന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഓപ്ഷൻസ്: 20, 21, 30. 20, 21, 30. ചോദ്യം 6. അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻസ്: 4, 8, 9. അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻസ്: 4, 8, 9. ചോദ്യം 7. മനോവയുടെ ഗോത്രം ഏതാണ്? ഏഴാമത്തെ ചോദ്യം. മനോവയുടെ ഗോത്രം ഏതാണ്? ഓപ്ഷൻസ്: എഫ്രായിം, ദാൻ, റൂബൻ. എഫ്രായിം, ദാൻ, റൂബൻ. ചോദ്യം 8. മനോവ എഴുന്നേറ്റ് ഡാഷ് പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. എട്ടാമത്തെ ചോദ്യം. മനോവ എഴുന്നേറ്റ് പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. ഓപ്ഷൻസ്: ഭാര്യയുടെ സഹോദരൻ്റെ, പുത്രൻ്റെ. ഭാര്യയുടെ സഹോദരൻ്റെ, പുത്രൻ്റെ. ചോദ്യം 9. തിമ്നായിലെ മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ സാംസൻ്റെ അടുക്കൽ അലറി അടുത്തത് ആരാണ്? തിമ്നായിലെ മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ സാംസൻ്റെ അടുത്ത് അലറി അടുത്തത് ആരാണ്? ഓപ്ഷൻസ്: കടുവ, സിംഹം, സിംഹക്കുട്ടി. കടുവ, സിംഹം, സിംഹക്കുട്ടി. 10ാമത്തെ ചോദ്യം. എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഡാഷ് നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. 10ാമത്തെ ചോദ്യം. എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഡാഷ് നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. ഓപ്ഷൻസ്: വായിൽ, ഉടലിൽ, തലയിൽ. വായിൽ, ഉടലിൽ, തലയിൽ. 11ാമത്തെ ചോദ്യം. സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത്? ഓപ്ഷൻസ്: 900, 300, 301. 11ാമത്തെ ചോദ്യം. സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത്? ഓപ്ഷൻസ്: 900, 300, 301. 12ാമത്തെ ചോദ്യം. ചത്ത കഴുതയുടെ താടിയെല്ല് കൊണ്ട് സാംസൺ എത്ര പേരെ കൊന്നു? ഓപ്ഷൻസ്: 200, 600, 1000. 12ാമത്തെ ചോദ്യം. ചത്ത കഴുതയുടെ താടിയെല്ല് കൊണ്ട് സാംസൺ എത്ര പേരെ കൊന്നു? ഓപ്ഷൻസ്: 200, 600, 1000. 13ാമത്തെ ചോദ്യം. ഫിലിസ്ത്യരുടെ കാലത്ത് സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? 13ാമത്തെ ചോദ്യം. ഫിലിസ്ത്യരുടെ കാലത്ത് സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഓപ്ഷൻസ്: 7, 20, 11. 7, 20, 11. 14ാമത്തെ ചോദ്യം. സാംസൺ എവിടെയാണ് സ്വൈരണിയെ കണ്ടെത്തി അവളോടൊത്ത് ശയിച്ചത്? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ് 16ാം അധ്യായത്തിൽ നിന്നും. സാംസൺ എവിടെയാണ് സ്വൈരണിയെ കണ്ടെത്തി അവളോടൊത്ത് ശയിച്ചത്? ഓപ്ഷൻസ്: നിനവെ, ഗാസ, സെലോത്ത്. നിനവെ, ഗാസ, സെലോത്ത്. 15ാമത്തെ ചോദ്യം. സാംസണെ വശീകരിക്കുവാൻ ദലീലയ്ക്ക് പ്രതിഫലമായി എന്താണ് വാഗ്ദാനം ചെയ്തത്? 15ാമത്തെ ചോദ്യം. സാംസണെ വശീകരിക്കുവാൻ ദലീലയ്ക്ക് പ്രതിഫലമായി എന്താണ് വാഗ്ദാനം ചെയ്തത്?
ഓപ്ഷൻസ് ഓരോരുത്തരും 1100 സ്വർണ്ണ നാണയം, ഓരോരുത്തരും 1000 സ്വർണ്ണ നാണയം, ഓരോരുത്തരും 1100 വെള്ളി നാണയം. ഓപ്ഷൻസ് അല്പം ദൈർഘ്യമുള്ളതാണ്. ഷോർട്ട് ഫോമിൽ എഴുതുകയോ അല്ലെങ്കിൽ വേഗത്തിൽ എഴുതി അവസാനിപ്പിക്കുകയോ ചെയ്യുക. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. ഓരോരുത്തരും 1100 സ്വർണ്ണ നാണയം, ഓരോരുത്തരും 1000 സ്വർണ്ണ നാണയം, ഓരോരുത്തരും 1100 വെള്ളി നാണയം. 16-ാമത്തെ ചോദ്യം, എത്രാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് സാംസൺ തൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തിയത്? ഓപ്ഷൻസ് 6, 4, 7. എത്രാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് സാംസൺ തൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തിയത്? ഓപ്ഷൻസ് 6, 4, 7. 17-ാമത്തെ ചോദ്യം, ഫിലിസ്തീൻ പ്രഭുക്കന്മാരുടെ ദേവൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ് ദാഗോൻ, ലായിഷ്, മിക്ക. 17-ാമത്തെ ചോദ്യം, ഫിലിസ്തീൻ പ്രഭുക്കന്മാരുടെ ദേവൻ്റെ പേരെന്ത്? ദാഗോൻ, ലായിഷ്, മിക്ക. 18-ാമത്തെ ചോദ്യം, എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആരോട് പറഞ്ഞു? എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആരോട് പറഞ്ഞു? ഓപ്ഷൻസ് മിക്കായുടെ അമ്മ സാംസണോട്, മിക്കായുടെ അമ്മ മിക്കായോട്, മനോവ ഭാര്യയോട്. മിക്കായുടെ അമ്മ സാംസണോട്, മിക്കായുടെ അമ്മ മിക്കായോട്, മനോവ ഭാര്യയോട്. 19-ാമത്തെ ചോദ്യം, മിക്കായുടെ അമ്മ വെള്ളി ആർക്കാണ് മാറ്റിവെച്ചത്? ഓപ്ഷൻസ് മക്കൾക്ക്, കർത്താവിന്, അയൽക്കാർക്ക്. മിക്കായുടെ അമ്മ വെള്ളി ആർക്കാണ് മാറ്റിവെച്ചത്? മക്കൾക്ക്, കർത്താവിന്, അയൽക്കാർക്ക്. 20-ാമത്തെ ചോദ്യം, ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം. ഓപ്ഷൻസ് ദബോറ, കാനാൻ, ലായിഷ്. 20-ാമത്തെ ചോദ്യം, ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം. ദബോറ, കാനാൻ, ലായിഷ്. 21-ാമത്തെ ചോദ്യം, കിരിയാത്ത് യെയാറിമിൻ്റെ ഏത് ഭാഗത്താണ് മഹാനേതാൻ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. കിരിയാത്ത് യെയാറിമിൻ്റെ ഏത് ഭാഗത്താണ് മഹാനേതാൻ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. 22-ാമത്തെ ചോദ്യം, മിക്ക ഉണ്ടാക്കിയ ദേവന്മാരെ ആരാണ് കൈവശപ്പെടുത്തിയത്? ഓപ്ഷൻസ് ഫിലിസ്തീർ, ദാൻകാർ രാജാവിൻ്റെ സൈന്യം. മിക്ക ഉണ്ടാക്കിയ ദേവന്മാരെ ആരാണ് കൈവശപ്പെടുത്തിയത്? ഓപ്ഷൻസ് ഫിലിസ്തീർ, ദാൻകാർ രാജാവിൻ്റെ സൈന്യം. 23-ാമത്തെ ചോദ്യം, ലായിഷിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, കാരണം എന്ത്? ലായിഷിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, കാരണം എന്ത്? ഓപ്ഷൻസ് അവർ സീദോനിൽ നിന്ന് വളരെ അടുത്തായിരുന്നു, അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു, അവർ സീദോനിലായിരുന്നു താമസം. 3 ഓപ്ഷൻസാണുള്ളത്. അവർ സീദോനിൽ നിന്ന് വളരെ അടുത്തായിരുന്നു, അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു, അവർ സീദോനിലായിരുന്നു താമസം. 24-ാമത്തെ ചോദ്യം, ഏത് ഗോത്രക്കാരുടെ പട്ടണമാണ് ഗിബയ? ആഷേർ, ബെഞ്ചമിൻ, യൂദ. 24-ാമത്തെ ചോദ്യം, ഏത് ഗോത്രക്കാരുടെ പട്ടണമാണ് ഗിബയ? ഓപ്ഷൻസ് ആഷേർ, ബെഞ്ചമിൻ, യൂദ. ഓപ്ഷൻസ് ആഷേർ, ബെഞ്ചമിൻ, യൂദ. 25-ാമത്തെ ചോദ്യം, ഡാഷ് രാവിലെ എഴുന്നേറ്റ് ഗിബയായ്ക്ക് എതിരായി പാളയമടിച്ചു. ജനം, ഇസ്രായേൽ ജനം, ശത്രുക്കൾ. 25-ാമത്തെ ചോദ്യം, ഡാഷ് രാവിലെ എഴുന്നേറ്റ് ഗിബയായ്ക്ക് എതിരായി പാളയമടിച്ചു. ഓപ്ഷൻസ് ജനം, ഇസ്രായേൽ ജനം, ശത്രുക്കൾ. 26-ാമത്തെ ചോദ്യം, 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്താണ്? ഓപ്ഷൻസ് സൽകീർത്തി, ആരോഗ്യം, സൽപ്പേര്. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്താണ്? ഓപ്ഷൻസ് സൽകീർത്തി, ആരോഗ്യം, സൽപ്പേര്. 27-ാമത്തെ ചോദ്യം, വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ ഡാഷ് കോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ ഡാഷ് കോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. ഓപ്ഷൻസ് അറിവ്, വിജ്ഞാനം, പാൽ. അറിവ്, വിജ്ഞാനം, പാൽ. 28-ാമത്തെ ചോദ്യം, സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകത ഉള്ളവൻ ആക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് മകൾ, കാമുകി, മകൻ. സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകത ഉള്ളവനാക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് മകൾ, കാമുകി, മകൻ.
29ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ ആർക്കാണ് അവർണ്ണനീയമായിട്ടുള്ളത്? ഓപ്ഷൻസ്: ജീവിച്ചിരിക്കുന്നവർക്ക്, വിശുദ്ധർക്ക്, ശത്രുക്കൾക്ക്. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ ആർക്കാണ് അവർണ്ണനീയമായിട്ടുള്ളത്? ഓപ്ഷൻസ്: ജീവിച്ചിരിക്കുന്നവർക്ക്, വിശുദ്ധർക്ക്, ശത്രുക്കൾക്ക്. ചോദ്യം 30, അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് എന്ന് പ്രഘോഷിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: മേഘപടലങ്ങൾ, ഉദിച്ചുയരുന്ന സൂര്യൻ, പാതിരാക്കാറ്റ്. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് എന്ന് പ്രഘോഷിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: മേഘപടലങ്ങൾ, ഉദിച്ചുയരുന്ന സൂര്യൻ, പാതിരാക്കാറ്റ്. ചോദ്യം 31, എന്താണ് ആകാശത്തിൻ്റെ സൗന്ദര്യം? ഓപ്ഷൻസ്: മേഘപടലങ്ങൾ, നക്ഷത്രങ്ങളുടെ ശോഭ, നക്ഷത്രങ്ങൾ. 31ാമത്തെ ചോദ്യം, എന്താണ് ആകാശത്തിൻ്റെ സൗന്ദര്യം? ഓപ്ഷൻസ്: മേഘപടലങ്ങൾ, നക്ഷത്രങ്ങളുടെ ശോഭ, നക്ഷത്രങ്ങൾ. ചോദ്യം 32, എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്താണ്? എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്താണ്? ഓപ്ഷൻസ്: മൂടൽമഞ്ഞ്, ലേപനം, മരുന്ന്. എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്താണ്? മൂടൽമഞ്ഞ്, ലേപനം, മരുന്ന്. ചോദ്യം 33, സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ ഡാഷ് വിസ്മരിക്കപ്പെട്ടിട്ടില്ല. സ്മരണ അവശേഷിക്കാതെ മാഞ്ഞു പോയവരുടെ ഡാഷ് വിസ്മരിക്കപ്പെട്ടിട്ടില്ല. പേര്, സൽപ്രവർത്തികൾ, നന്മകൾ. ഓപ്ഷൻസ്: പേര്, സൽപ്രവർത്തികൾ, നന്മകൾ. 34ാമത്തെ ചോദ്യം, ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? 34ാമത്തെ ചോദ്യം, ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? ആശ്രിതരുടെ, രാജാക്കന്മാരുടെ, വൃദ്ധരുടെ. ഓപ്ഷൻസ്: ആശ്രിതരുടെ, രാജാക്കന്മാരുടെ, വൃദ്ധരുടെ. 35ാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് അന്യഗോത്രക്കാർ അസൂയാലുക്കളായത്? ഓപ്ഷൻസ്: കടലിൽ വെച്ച്, മരുഭൂമിയിൽ വെച്ച്, ആകാശത്തിൽ വെച്ച്. എവിടെ വെച്ചാണ് അന്യഗോത്രക്കാർ അസൂയാലുക്കളായത്? ഓപ്ഷൻസ്: കടലിൽ വെച്ച്, മരുഭൂമിയിൽ വെച്ച്, ആകാശത്തിൽ വെച്ച്. 36ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നത് ആരാണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നത് ആരാണ്? ഓപ്ഷൻസ്: അഹറോൻ, ജോഷുവ, മോശ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നത് അഹറോൻ, ജോഷുവ, മോശ. 37ാമത്തെ ചോദ്യം, കർത്താവ് ആർക്കാണ് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിർത്തുകയും ചെയ്തത്? ഓപ്ഷൻസ്: ജോബിന്, കാലേബിന്, ജോസഫിന്. ജോബിന്, കാലേബിന്, ജോസഫിന്. ചോദ്യം 38, കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായവൻ ആരായിരുന്നു? കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായവൻ ആരായിരുന്നു? ഓപ്ഷൻസ്: സാമുവൽ, ഏശയ്യ, ഏലിയ. സാമുവൽ, ഏശയ്യ, ഏലിയ. 39, എന്ത് മായ്ച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് അവൻ സ്വയം ഉയർത്തി പ്രവചിച്ചത്? ഓപ്ഷൻസ്: ജനത്തിൻ്റെ കാപട്യം, ജനത്തിൻ്റെ ദുഷ്ടത, ജനത്തിൻ്റെ പാപങ്ങൾ. എന്ത് മായ്ച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചത്? ജനത്തിൻ്റെ കാപട്യം, ജനത്തിൻ്റെ ദുഷ്ടത, ജനത്തിൻ്റെ പാപങ്ങൾ. 40ാമത്തെ ചോദ്യം, ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ആരെയാണ് നിയോഗിച്ചത്? ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ആരെയാണ് നിയോഗിച്ചത്? ഓപ്ഷൻസ്: ബാലികമാരെ, ഗായക സംഘത്തെ, ബാലകന്മാരെ. ബാലികമാരെ, ഗായക സംഘത്തെ, ബാലകന്മാരെ. 41ാമത്തെ ചോദ്യം, എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കിയത് ആരാണ്? എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കിയത് ആരാണ്? ഓപ്ഷൻസ്: സോളമൻ, ദാവീദ്, സാമുവൽ. സോളമൻ, സാമുവൽ, ദാവീദ്. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കിയത് ആരാണ്? ഓപ്ഷൻസ്: സോളമൻ, സാമുവൽ, ദാവീദ്. 42ാമത്തെ ചോദ്യം, സോളമൻ്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും ഉത്തരങ്ങളും ആരെയാണ് വിസ്മയാധീനരാക്കിയത്? ഓപ്ഷൻസ്: ജനതകളെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ. സോളമൻ്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും ഉത്തരങ്ങളും
ആരെയാണ് വിസ്മയാധീനരാക്കിയത്? ഓപ്ഷൻസ്: ജനതകളെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ. 43-ാമത്തെ ചോദ്യം: ആരിലാണ് ഏലിയായുടെ ചൈതന്യം നിറഞ്ഞത്? 43-ാമത്തെ ചോദ്യം: ആരിലാണ് ഏലിയായുടെ ചൈതന്യം നിറഞ്ഞത്? ഓപ്ഷൻസ്: എലീഷായിൽ, അഹറോനിൽ, ജോബിൽ. എലീഷായിൽ, അഹറോനിൽ, ജോബിൽ. ചോദ്യം 44: ജീവിതകാലത്ത് അവൻ ആരുടെ മുമ്പിലാണ് ഭയന്ന് വിറയ്ക്കാതിരുന്നത്? ഓപ്ഷൻസ്: അധികാരികളുടെ, മാതാക്കളുടെ, ഗുരുക്കളുടെ. 44-ാമത്തെ ചോദ്യം: ജീവിതകാലത്ത് അവൻ ആരുടെ മുമ്പിലാണ് ഭയന്ന് വിറയ്ക്കാതിരുന്നത്? ഓപ്ഷൻസ്: അധികാരികളുടെ, മാതാക്കളുടെ, ഗുരുക്കളുടെ. 45-ാമത്തെ ചോദ്യം: ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആരാണ്? ഓപ്ഷൻസ്: പേർഷ്യക്കാർ, സെന്നാകെരീബ്, നാട്ടുവാഴ്ചക്കാർ. ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആരാണ്? പേർഷ്യക്കാർ, സെന്നാകെരീബ്, നാട്ടുവാഴ്ചക്കാർ. 46-ാമത്തെ ചോദ്യം: ആർക്ക് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: ദാവീദിന്, ഹേനോക്കിന്, സോളമന്. 46-ാമത്തെ ചോദ്യം: ആർക്ക് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: ദാവീദിന്, ഹേനോക്കിന്, സോളമന്. 47-ാമത്തെ ചോദ്യം: ആരുടെ ആലയത്തിന് മുകളിലാണ് സൂര്യൻ പ്രശോഭിക്കുന്നത്? ഓപ്ഷൻസ്: അത്യുന്നതൻ്റെ, രാജാവിൻ്റെ, സാധുവിൻ്റെ. ആരുടെ ആലയത്തിന് മുകളിലാണ് സൂര്യൻ പ്രശോഭിക്കുന്നത്? അത്യുന്നതൻ്റെ, രാജാവിൻ്റെ, സാധുവിൻ്റെ. ചോദ്യം 48: അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ കുമ്പിട്ടത് ആരാണ്? ഓപ്ഷൻസ്: വിധവകൾ, ജനം, ശത്രുസൈന്യം. വിധവകൾ, ജനം, ശത്രുസൈന്യം. 49-ാമത്തെ ചോദ്യം: അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. അവൻ ആരാണ്? അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. അവൻ ആരാണ്? ഓപ്ഷൻസ്: ശിമെയോൻ, ദാവീദ്, സോളമൻ. ശിമെയോൻ, ദാവീദ്, സോളമൻ. 50-ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ശിമെയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി, കൈകൾ കൊണ്ട് ആശീർവദിച്ചു, താഴ്ത്തി. ഓപ്ഷൻസ്: ഉയർത്തി, കൊണ്ട് ആശീർവദിച്ചു, താഴ്ത്തി. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ശിമെയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി, കൊണ്ട് ആശീർവദിച്ചു, താഴ്ത്തി. 51-ാമത്തെ ചോദ്യം: ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: അപ്പസ്തോലന്മാർ കർത്താവിനോട്, പാപിനിയായ സ്ത്രീ ഈശോയോട്, സ്ത്രീകൾ ഈശോയോട്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ആരോട് പറഞ്ഞു? അപ്പസ്തോലന്മാർ കർത്താവിനോട്, പാപിനിയായ സ്ത്രീ ഈശോയോട്, സ്ത്രീകൾ ഈശോയോട്. ചോദ്യം 52: യേശു എവിടെ പ്രവേശിച്ചപ്പോഴാണ് 10 കുഷ്ഠരോഗികളെ കണ്ടത്? ഓപ്ഷൻസ്: സമരിയായിൽ, ഒരു ഗ്രാമത്തിൽ, ജെറുസലേമിൽ. യേശു എവിടെ പ്രവേശിച്ചപ്പോഴാണ് 10 കുഷ്ഠരോഗികളെ കണ്ടത്? ഓപ്ഷൻസ്: സമരിയായിൽ, ഒരു ഗ്രാമത്തിൽ, ജെറുസലേമിൽ. ചോദ്യം 53: എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: ഈശോ സക്കയോട്, ഈശോ അന്ധയാചകനോട്, ഈശോ സമരിയക്കാരനോട്. എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആരോട് പറഞ്ഞു? ഈശോ സക്കയോട്, ഈശോ അന്ധയാചകനോട്, ഈശോ സമരിയക്കാരനോട്. ചോദ്യം 54: മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ കാണാതിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: കരുണ, വിശ്വാസം, പാപം. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ കാണാതിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: കരുണ, വിശ്വാസം, പാപം. 55-ാമത്തെ ചോദ്യം: എത്ര പ്രമാണങ്ങളാണ് ലൂക്ക അധ്യായം 18 ഈശോ അധികാരികളോട് പറയുന്നത്? എത്ര പ്രമാണങ്ങളാണ് ലൂക്ക അധ്യായം 18 ഈശോ അധികാരികളോട് പറയുന്നതായി കാണുക? ഓപ്ഷൻസ്: 5, 9, 6. 5, 9, 6. 56: നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശു ആരോടാണിത് പറഞ്ഞത്? ഓപ്ഷൻസ്: പാപിനിയോട്, കുരുടനോട്, മഹോദര രോഗിയോട്. പാപിനിയോട്,
കുരുടനോട്, മഹോദര രോഗിയോട്. 57-ാമത്തെ ചോദ്യം, കർത്താവ് ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻസ്: തോമസിൻ്റെ, സക്കേവൂസിൻ്റെ, ചുങ്കക്കാരൻ മത്തായിയുടെ. കർത്താവ് ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെ വാക്കുകൾ? ഓപ്ഷൻസ്: തോമസ്, സക്കേവൂസ്, ചുങ്കക്കാരൻ മത്തായി. ചോദ്യം 58, സക്കേവൂസിൻ്റെ ഭവനത്തിൽ വെച്ച് ഈശോ പറഞ്ഞ ഉപമ ഏതാണ്? സക്കേവൂസിൻ്റെ ഭവനത്തിൽ വെച്ച് ഈശോ പറഞ്ഞ ഉപമ ഏതാണ്? ഓപ്ഷൻസ്: സമരിയാക്കാരുടെ ഉപമ, 10 നാണയങ്ങളുടെ ഉപമ, കാണാതായ ആടിൻ്റെ ഉപമ. സമരിയാക്കാരിയുടെ ഉപമ, 10 നാണയങ്ങളുടെ ഉപമ, കാണാതായ ആടിൻ്റെ ഉപമ. 59-ാമത്തെ ചോദ്യം, ഒന്നാമത്തെ ഭൃത്യൻ വ്യാപാരം ചെയ്ത് എത്ര കോടി നേടി എന്നാണ് പറയുക? ഓപ്ഷൻസ്: 4 കോടി, 10 കോടി, 5 കോടി. ഓപ്ഷൻസ് ഒന്നുകൂടെ: 4 കോടി, 10 കോടി, 5 കോടി. ഒന്നാമത്തെ ഭൃത്യൻ വ്യാപാരം ചെയ്ത് എത്ര നേടി? 4 കോടി, 10 കോടി, 5 കോടി. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ എത്ര നാളത്തേക്കാണ് അവിടെ നിന്ന് പോയത്? മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ എത്ര നാളത്തേക്കാണ് അവിടെ നിന്ന് പോയത്? ഓപ്ഷൻസ്: ദീർഘനാളത്തേക്ക്, 3 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്. ദീർഘനാളത്തേക്ക്, 3 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്. 61-ാമത്തെ ചോദ്യം, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദം ലൂക്കാ സുവിശേഷം ഏത് അധ്യായത്തിലാണ് കാണുക? 61-ാമത്തെ ചോദ്യം, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദം ലൂക്കാ സുവിശേഷം ഏത് അധ്യായത്തിലാണ് കാണുക? ഓപ്ഷൻസ്: 21-ാം അധ്യായം, 20-ാം അധ്യായം, 19-ാം അധ്യായം. 62-ാമത്തെ ചോദ്യം, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ ഡാഷ് ഇരിക്കുക. ഓപ്ഷൻസ്: വലത് ഭാഗത്ത്, മടിയിൽ, ഇടത് ഭാഗത്ത്. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ ഡാഷ് ഇരിക്കുക. വലത് ഭാഗത്ത്, മടിയിൽ, ഇടത് ഭാഗത്ത്. 63-ാമത്തെ ചോദ്യം, പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം യേശു പറഞ്ഞത് എന്താണ്? ഓപ്ഷൻസ്: ഇത് വാങ്ങി നിങ്ങൾ പാനം ചെയ്യുവിൻ, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ, ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുവിൻ. പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം യേശു പറഞ്ഞത് എന്താണ്? ഇത് വാങ്ങി നിങ്ങൾ പാനം ചെയ്യുവിൻ, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ, ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുവിൻ. 65-ാമത്തെ ചോദ്യം, ശിഷ്യന്മാർ സിംഹാസനങ്ങളിലിരുന്ന് ആരെയാണ് വിധിക്കേണ്ടത്? ശിഷ്യന്മാർ സിംഹാസനങ്ങളിലിരുന്ന് ആരെയാണ് വിധിക്കേണ്ടത്? ഓപ്ഷൻസ്: ഇസ്രായേൽ ജനത്തെ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ, ഇസ്രായേലിലെ ഗോത്രങ്ങളെ. ഇസ്രായേൽ ജനത്തെ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ, ഇസ്രായേൽ ജനത്തെ, ഇസ്രായേൽ ഗോത്രങ്ങളെ. 66-ാമത്തെ ചോദ്യം, യേശു അവരിൽ നിന്ന് എത്ര ദൂരം മാറിയിട്ടാണ് മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചത്? യേശു അവരിൽ നിന്ന് മാറിയിട്ട് എത്ര ദൂരം മാറിയാണ് മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചത്? ഓപ്ഷൻസ്: 1 മുഴം ദൂരെ, 3 സ്ഥാദിയോൻ ദൂരെ, 1 കല്ലേറ് ദൂരെ. 1 മുഴം ദൂരെ, 3 സ്ഥാദിയോൻ ദൂരെ, 1 കല്ലേറ് ദൂരെ. 66-ാമത്തെ ചോദ്യം, ആരാണ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞത്? ഓപ്ഷൻസ്: യൂദാസ്, പത്രോസ്, യോഹന്നാൻ. ആരാണ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞത്? ഓപ്ഷൻസ്: യൂദാസ്, പത്രോസ്, യോഹന്നാൻ. 67-ാമത്തെ ചോദ്യം, നീ യഹൂദരുടെ രാജാവാണോ എന്ന് ആരാണ് ചോദിച്ചത്? ഓപ്ഷൻസ്: പീലാത്തോസിൻ്റെ ഭാര്യ, പീലാത്തോസ്, പടയാളികൾ. പീലാത്തോസിൻ്റെ ഭാര്യ, പീലാത്തോസ്, പടയാളികൾ. 68-ാമത്തെ ചോദ്യം, യേശുവിനോടൊപ്പം വധിക്കാൻ ആരെയാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഓപ്ഷൻസ്: കുറ്റവാളികളായ മറ്റ് 3 പേരെ, കുറ്റവാളികളായ മറ്റ് 2 പേരെ, മറ്റ് കള്ളന്മാരെ. കുറ്റവാളികളായ മറ്റ് 3 പേരെ, കുറ്റവാളികളായ മറ്റ് 2 പേരെ കൂടെ മറ്റ് കള്ളന്മാരെ. 69-ാമത്തെ ചോദ്യം, ആലോചനാ സംഘത്തിലെ അംഗമായ നല്ലവനും നീതിമാനുമായവൻ ആരാണ്? ഓപ്ഷൻസ്: യോഹന്നാൻ, അരിമത്യാക്കാരൻ ജോസഫ്, പത്രോസ്. ആലോചനാ സംഘത്തിലെ അംഗമായ നല്ലവനും നീതിമാനുമായവൻ ആരാണ്? ഓപ്ഷൻസ്: യോഹന്നാൻ, അരിമത്യാക്കാരൻ ജോസഫ്, പത്രോസ്. 70-ാമത്തെ ചോദ്യം, സ്ത്രീകൾ കല്ലറയുടെ അടുത്തേക്ക് പോയത് എപ്പോഴാണ്? ഓപ്ഷൻസ്: ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെ, ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ, ആഴ്ചയുടെ അവസാന ദിവസം രാവിലെ. സ്ത്രീകൾ കല്ലറയുടെ അടുത്തേക്ക് പോയത് എപ്പോഴാണ്? ഓപ്ഷൻസ്: ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെ, ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ, ആഴ്ചയുടെ അവസാന ദിവസം.
ചോദ്യം 71. എമ്മാവസിലേക്ക് പോയവരെ യേശു അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: മക്കളെ, ഭോഷന്മാരെ, കുഞ്ഞുങ്ങളെ. എമ്മാവസിലേക്ക് പോയവരെ യേശു അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: മക്കളെ, ഭോഷന്മാരെ, കുഞ്ഞുങ്ങളെ. 72. ചോദ്യം. എന്ത് ഗ്രഹിക്കാൻ തക്കവിധം ആണ് അവരുടെ മനസ്സ് അവൻ തുറന്നത്? എന്ത് ഗ്രഹിക്കാൻ തക്കവിധമാണ് അവൻ അവരുടെ മനസ്സ് തുറന്നത്? ഓപ്ഷൻസ്: ദൈവവചനം, വിശുദ്ധ ലിഖിതങ്ങൾ, കർത്താവിൻ്റെ ഇഷ്ടം. ദൈവവചനം, വിശുദ്ധ ലിഖിതങ്ങൾ, കർത്താവിൻ്റെ ഇഷ്ടം. 73. ചോദ്യം. യേശു ശിഷ്യന്മാരെ എവിടെയാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഓപ്ഷൻസ്: 24. അധ്യായം 24 ഈ ചോദ്യം കാണുന്നത്. യേശു ശിഷ്യന്മാരെ എവിടെയാണ് കൂട്ടിക്കൊണ്ടുപോയത്? അധ്യായം 24 എന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ: സമരിയ, ബഥാനിയ, ജെറീക്കോ. യേശു ശിഷ്യന്മാരെ എവിടെയാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഓപ്ഷൻസ്: സമരിയ, ബഥാനിയ, ജെറീക്കോ. 74. ചോദ്യം. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം എവിടെയാണ് കഴിച്ചു കൂട്ടിയത്? ഓപ്ഷൻസ്: ദേവാലയത്തിൽ, ആലയ സമുച്ചയത്തിൽ, വീടുകളിൽ. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം എവിടെയാണ് കഴിച്ചു കൂട്ടിയത്? ഓപ്ഷൻസ്: ദേവാലയത്തിൽ, ആലയ സമുച്ചയത്തിൽ, വീടുകളിൽ. 75. ചോദ്യം. ആരെ ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വിളിക്കുവാനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത്? ആരെ ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വിളിക്കുവാനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻസ്: പാപികളെ, വിജാതിയരെ, അടിമകളെ. ആരെ ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വിളിക്കുവാനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻസ്: പാപികളെ, വിജാതിയരെ, അടിമകളെ. 76. ചോദ്യം. രക്ഷയുടെ സദ്വാർത്ത എന്താണ്? ഓപ്ഷൻസ്: ദൈവപുത്ര സ്ഥാനം, സത്യത്തിൻ്റെ വചനം, സത്യത്തിൻ്റെ പ്രബോധനം. 77. ചോദ്യം. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണത എന്താണ്? ഓപ്ഷൻസ്: ആത്മീയ ജീവിതം, സഭ, കൃപ. 77. ചോദ്യം. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണത എന്താണ്? ഓപ്ഷൻസ്: ആത്മീയ ജീവിതം, സഭ, കൃപ. 78. ചോദ്യം. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ആരുടെ മക്കളായിരുന്നു? ഓപ്ഷൻസ്: ക്രോധത്തിൻ്റെ മക്കൾ, പിശാചിൻ്റെ മക്കൾ, പാപത്തിൻ്റെ മക്കൾ. 78. ചോദ്യം. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ആരുടെ മക്കളായിരുന്നു? ഓപ്ഷൻസ്: ക്രോധത്തിൻ്റെ മക്കൾ, പിശാചിൻ്റെ മക്കൾ, പാപത്തിൻ്റെ മക്കൾ. 79. ചോദ്യം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്നാണ് എഫേസ്യസ് അധ്യായം 2 പറയുന്നത്? ഓപ്ഷൻസ്: ആത്മാവിനാൽ, കൃപയാൽ, കരുണയാൽ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്നാണ് എഫേസ്യസ് അധ്യായം 2 പറയുന്നത്? ഓപ്ഷൻസ്: ആത്മാവിനാൽ, കൃപയാൽ, കരുണയാൽ. 80. ചോദ്യം. നാം ദൈവത്തിൻ്റെ ഡാഷാണ്? ഓപ്ഷൻസ്: അവയവങ്ങൾ, കരവേല, സന്താനങ്ങൾ. 80. ചോദ്യം. നാം ദൈവത്തിൻ്റെ ഡാഷാണ്? ഓപ്ഷൻസ്: അവയവങ്ങൾ, കരവേല, സന്താനങ്ങൾ. 81. ചോദ്യം. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയത് എന്താണ്? ഓപ്ഷൻസ്: വേലകൾ, സൽപ്രവൃത്തികൾ, ജോലികൾ. നാം മുൻകൂട്ടി ചെയ്യാനായിട്ട് ദൈവം ഒരുക്കിയത് എന്താണ്? ഓപ്ഷൻസ്: വേലകൾ, സൽപ്രവൃത്തികൾ, ജോലികൾ. 82. ചോദ്യം. ഭവനം ആകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന എന്തിലാണ്? ഓപ്ഷൻസ്: ക്രിസ്തുവിൽ, സ്നേഹത്തിൽ, ആത്മാവിൽ. ഭവനം ആകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന എന്തിലാണ്? ഓപ്ഷൻസ്: ക്രിസ്തുവിൽ, സ്നേഹത്തിൽ, ആത്മാവിൽ. 83. ചോദ്യം. പൗലോസ് ശ്ലീഹ എന്തിനു വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻസ്: കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ, ലേഖനങ്ങൾ എഴുതി ജനങ്ങളെ പഠിപ്പിക്കുവാൻ, ദൈവകൃപ കൈകാര്യം ചെയ്യുവാൻ. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ, ലേഖനങ്ങൾ എഴുതി ജനങ്ങളെ പഠിപ്പിക്കുവാൻ, ദൈവകൃപ കൈകാര്യം ചെയ്യുവാൻ. 84. ചോദ്യം. രഹസ്യം അറിവായത് എന്തുവഴിയാണ്? 84. ചോദ്യം. രഹസ്യം അറിവായത് എന്തുവഴിയാണ്? ഓപ്ഷൻസ്: വെളിപാട് വഴി, കർത്താവിൻ്റെ സ്നേഹം വഴി, ആത്മാവ് വഴി. 85. ചോദ്യം. വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി എഫേസോസ് അധ്യായം 3 പറയുന്നത് ആരെക്കുറിച്ചാണ്? വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി എഫേസോസ് അധ്യായം 3 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: പത്രോസ് ശ്ലീഹ, യാക്കോബ് ശ്ലീഹ, പൗലോസ് ശ്ലീഹ. പത്രോസ് ശ്ലീഹ, യാക്കോബ് ശ്ലീഹ, പൗലോസ് ശ്ലീഹ. 86. ചോദ്യം. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് എങ്ങനെയാണ്? ഓപ്ഷൻ: സ്നേഹം വഴി, വിശ്വാസം വഴി, കാരുണ്യം വഴി.
ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് എങ്ങനെയാണ്? ഓപ്ഷൻ സ്നേഹം വഴി, വിശ്വാസം വഴി, കാരുണ്യം വഴി. 87-ാമത്തെ ചോദ്യം, ഡാഷ് അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുക. ഓപ്ഷൻസ് ജീവിതത്തെ, അറിവിനെ, ആത്മാവിനെ. എഫേസ്യസ് 3-10 വാക്യത്തിലെ ചോദ്യമാണ്. ഓപ്ഷൻസ് ജീവിതത്തെ, അറിവിനെ, ആത്മാവിനെ. ഡാഷ് അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുക. ജീവിതത്തെ, അറിവിനെ, ആത്മാവിനെ. 88-ാമത്തെ ചോദ്യം, സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ഡാഷിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവിൻ. ഓപ്ഷൻസ് കാരുണ്യത്തിൻ്റെ, ആത്മാവിൻ്റെ, സ്നേഹത്തിൻ്റെ. കാരുണ്യത്തിൻ്റെ, ആത്മാവിൻ്റെ, സ്നേഹത്തിൻ്റെ. 89-ാമത്തെ ചോദ്യം, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിന് അനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് കൃപയ്ക്കുമേൽ കൃപ, കൃപ, ദൈവമക്കൾ എന്ന സ്ഥാനം. 89-ാമത്തെ ചോദ്യം, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിന് അനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് കൃപയ്ക്കുമേൽ കൃപ, കൃപ, ദൈവമക്കൾ എന്ന സ്ഥാനം. 90-ാമത്തെ ചോദ്യം, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന ആരെപ്പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് വിജാതീയരെ പോലെ, അലസന്മാരെ പോലെ, ഭോഷന്മാരെ പോലെ. 90-ാമത്തെ ചോദ്യം, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന ആരെപ്പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് വിജാതീയരെ പോലെ, അലസന്മാരെ പോലെ, ഭോഷന്മാരെ പോലെ. ചോദ്യം 91, അനുസരണമില്ലാത്ത മക്കളുടെ മേൽ പതിക്കുന്നത് എന്താണ്? അനുസരണമില്ലാത്ത മക്കളുടെ മേൽ പതിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് മരണം, വാർദ്ധക്യം, ദൈവത്തിൻ്റെ ക്രോധം. മരണം, വാർദ്ധക്യം, ദൈവത്തിൻ്റെ ക്രോധം. 92-ാമത്തെ ചോദ്യം, ആർക്ക് യോഗ്യമായ രീതിയിലാണ് വർത്തിക്കേണ്ടത്? ആർക്ക് യോഗ്യമായ രീതിയിലാണ് വർത്തിക്കേണ്ടത്? ഓപ്ഷൻസ് വിശുദ്ധർക്ക്, കർത്താവിന്, അയൽക്കാർക്ക്. വിശുദ്ധർക്ക്, കർത്താവിന്, അയൽക്കാർക്ക്. 93-ാമത്തെ ചോദ്യം, ആരും അർത്ഥശൂന്യമായ ഡാഷ് കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഓപ്ഷൻസ് നാവ് കൊണ്ട്, വിശേഷണങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്. 93-ാമത്തെ ചോദ്യം, ആരും അർത്ഥശൂന്യമായ ഡാഷ് കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഓപ്ഷൻസ് നാവ് കൊണ്ട്, വിശേഷണങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്. 94-ാമത്തെ ചോദ്യം, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതെ ഡാഷിൽ പൂരിതരാകുവിൻ. 94-ാമത്തെ ചോദ്യം, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതെ ഡാഷിൽ പൂരിതരാകുവിൻ. ഓപ്ഷൻസ് ശരീരത്തിൽ, ആത്മാവിൽ, ദൈവസ്നേഹത്തിൽ. ശരീരത്തിൽ, ആത്മാവിൽ, ദൈവസ്നേഹത്തിൽ. എഫേസ്യസ് 5:18 ചോദ്യമാണ്. ശരീരത്തിൽ, ആത്മാവിൽ, ദൈവസ്നേഹത്തിൽ. 95-ാമത്തെ ചോദ്യം, ക്രിസ്തുവിനോടുള്ള ഡാഷ് പ്രതി നിങ്ങൾ പരസ്പരം വിധേയമായിരിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ഡാഷ് പ്രതി നിങ്ങൾ പരസ്പരം വിധേയമായിരിക്കുവിൻ. ഓപ്ഷൻസ് ബഹുമാനത്തെ പ്രതി, സ്നേഹത്തെ പ്രതി, താല്പര്യത്തെ പ്രതി. ബഹുമാനത്തെ പ്രതി, സ്നേഹത്തെ പ്രതി, താല്പര്യത്തെ പ്രതി. 96-ാമത്തെ ചോദ്യം, എഫേസ്യസ് 6 ആരംഭിക്കുന്നത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്? ഓപ്ഷൻസ് ദമ്പതികളെ, കുട്ടികളെ, പിതാക്കന്മാരെ. 3 ഓപ്ഷൻസ് ദമ്പതികളെ, കുട്ടികളെ, പിതാക്കന്മാരെ. 97-ാമത്തെ ചോദ്യം, ഡാഷ് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഓപ്ഷൻസ് ഭർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി. 97-ാമത്തെ ചോദ്യം, ഡാഷ് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഭർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി. 98-ാമത്തെ ചോദ്യം, സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ധരിക്കേണ്ടത് എന്താണ്? ഓപ്ഷൻസ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും, സ്നേഹത്തിൻ്റെ പടച്ചട്ട, വചനത്തിൻ്റെ പടച്ചട്ട. സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ധരിക്കേണ്ടത് എന്താണ്? ഓപ്ഷൻസ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും, സ്നേഹത്തിൻ്റെ പടച്ചട്ട, വചനത്തിൻ്റെ പടച്ചട്ട. 99, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ഡാഷ് പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. ഓപ്ഷൻസ് നിരന്തരം, ക്ഷമയോടെ, ആത്മാവിൽ. നിരന്തരം, ക്ഷമയോടെ, ആത്മാവിൽ. 100-ാമത്തെ ചോദ്യം, എൻ്റെ കടമയ്ക്കൊത്ത വിധം
ഡാഷ് പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓപ്ഷൻസ്: ക്ഷമയോടെ, ധീരതയോടെ, ശ്രദ്ധയോടെ. എൻ്റെ കടമയ്ക്കൊത്ത വിധം ഡാഷ് പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓപ്ഷൻസ്: ക്ഷമയോടെ, ധീരതയോടെ, ശ്രദ്ധയോടെ. നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഉത്തരങ്ങളിലേക്ക് കടന്നു പോകാം. നമ്മൾ എഴുതി വച്ചിട്ടുള്ള ആൻസർ നോക്കി ടിക്കിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഉത്തരങ്ങൾ പറയുമ്പോൾ അത് ശരിയാണെങ്കിൽ ശരിക്കും ഒരു മാർക്ക് വെച്ച് മാർക്ക് പിന്നീട് എഴുതിയാൽ മതി. ഒന്ന് ടിക്ക് ചെയ്ത് പോകും. അവസാനം ടോട്ടൽ ശരികൾ ഒന്ന് കൂട്ടി നോക്കിയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഉത്തരങ്ങളിലേക്ക് കടന്നു പോകാം. 1ൻ്റെ ഉത്തരം ബാലാക്ക്, 2 അമോന്യരുടെ, 3 4 ദിവസം, 4-ാമത്തത് ഗിലെയാദ്, 5-ാമത്തിൻ്റെ ഉത്തരം 30, 6-ാമത്തിൻ്റെ ഉത്തരം 8 വർഷം, 7ൻ്റെ ഉത്തരം ദാൻ, 8ൻ്റെ ഉത്തരം ഭാര്യയുടെ, 9ൻ്റെ ഉത്തരം സിംഹക്കുട്ടി, 10ൻ്റെ ഉത്തരം ഉടലിൽ, 11ൻ്റെ ഉത്തരം 300, 12ൻ്റെ ഉത്തരം 1000, 13ൻ്റെ ഉത്തരം 20 വർഷം, 14ൻ്റെ ഉത്തരം ഗാസ, 15ൻ്റെ ഉത്തരം ഓരോരുത്തരും 1100 വെള്ളി നാണയം, സ്വർണ്ണ നാണയമല്ല വെള്ളി നാണയം, 16ൻ്റെ ഉത്തരം 4, 17ൻ്റെ ഉത്തരം ദാഗോൺ, 18ൻ്റെ ഉത്തരം മിക്കായുടെ അമ്മ മിക്കായോട്, 19ൻ്റെ ഉത്തരം മിക്കായുടെ 19ൻ്റെ ഉത്തരം കർത്താവിന്, 20ൻ്റെ ഉത്തരം ലായിഷ്, 21ൻ്റെ ഉത്തരം പടിഞ്ഞാറ്, 22ൻ്റെ ഉത്തരം ദാൻഗാർ, 23ൻ്റെ ഉത്തരം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. 24 ഉത്തരം ബെഞ്ചമിൻ, 25ൻ്റെ ഉത്തരം ഇസ്രായേൽ ജനം, 26ൻ്റെ ഉത്തരം സത്കീർത്തി, 27ൻ്റെ ഉത്തരം വിജ്ഞാനം, 28ൻ്റെ ഉത്തരം മകൾ, 29ൻ്റെ ഉത്തരം വിശുദ്ധർക്ക്, 30ൻ്റെ ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ, 31ൻ്റെ ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ, 31ൻ്റെ ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ, 32ൻ്റെ ഉത്തരം മൂടൽ മഞ്ഞ്, 33ൻ്റെ ഉത്തരം സൽപ്രവർത്തികൾ, 34ൻ്റെ ഉത്തരം രാജാക്കന്മാരുടെ, 35ൻ്റെ ഉത്തരം മരുഭൂമിയിൽ വെച്ച്, 36ൻ്റെ ഉത്തരം ജോഷുവ, 37ൻ്റെ ഉത്തരം കാലേബിന്, 38ൻ്റെ ഉത്തരം സാമുവൽ, 39ൻ്റെ ഉത്തരം ജനത്തിൻ്റെ ദുഷ്ടത, 40ൻ്റെ ഉത്തരം ഗായക സംഘത്തെ, 41ൻ്റെ ഉത്തരം സോളമൻ, 42ൻ്റെ ഉത്തരം ജനതകളെ, 43ൻ്റെ ഉത്തരം എലീഷായിൽ, 44ൻ്റെ ഉത്തരം അധികാരികളുടെ, 45ൻ്റെ ഉത്തരം സെന്നാക്കെരീബ്, 46ൻ്റെ ഉത്തരം ഹേനോക്കിന്, 47ൻ്റെ ഉത്തരം അത്യുന്നതൻ്റെ, 48ൻ്റെ ഉത്തരം ജനം, 49 ശിമയോൻ, 50 ഉയർത്തി, 51 അപ്പസ്തോലന്മാർ കർത്താവിനോട്, 52 ഒരു ഗ്രാമത്തിൽ, 53 യേശു സമരിയക്കാരനോട്, 54 വിശ്വാസം, 55ൻ്റെ ഉത്തരം 5, 56 കുരുടനോട്, 57 സക്കേവൂസ്, 58 10 നാണയങ്ങളുടെ ഉപമ, 59 10 കൂടി നേടി, 10 കൂടി. 60ൻ്റെ ഉത്തരം ദീർഘനാളത്തേക്ക്, 61 20-ാം അധ്യായം, 62ൻ്റെ ഉത്തരം വലത് ഭാഗത്ത്, 63ൻ്റെ ഉത്തരം ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. 64ൻ്റെ ഉത്തരം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ, 65ൻ്റെ ഉത്തരം ഒരു കല്ലേറ് ദൂരം, 66ൻ്റെ ഉത്തരം പത്രോസ്, 67ൻ്റെ ഉത്തരം പീലാത്തോസ്, 68ൻ്റെ ഉത്തരം കുറ്റവാളികളായ മറ്റ് 2 പേരെ കൂടെ, 69ൻ്റെ ഉത്തരം അരിമത്തിയാക്കാരൻ ജോസഫ്, 70ൻ്റെ ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ, 71ൻ്റെ ഉത്തരം ഭോഷന്മാരെ, 72ൻ്റെ ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ, 73ൻ്റെ ഉത്തരം ബഥാനിയ, 74ൻ്റെ ഉത്തരം ദേവാലയത്തിൽ, 75ൻ്റെ ഉത്തരം വിജാതീയരെ, 76ൻ്റെ ഉത്തരം
സത്യത്തിൻ്റെ വചനം. 77ൻ്റെ ഉത്തരം സഭ. 78ൻ്റെ ഉത്തരം ക്രോധത്തിൻ്റെ മക്കൾ. 79ൻ്റെ ഉത്തരം കൃപയാൽ. 80ൻ്റെ ഉത്തരം കരവേല. 81ൻ്റെ ഉത്തരം സൽപ്രവർത്തികൾ. 82ൻ്റെ ഉത്തരം ക്രിസ്തുവിൽ. 83ൻ്റെ ഉത്തരം ദൈവകൃപ കൈകാര്യം ചെയ്യാൻ. 84ൻ്റെ ഉത്തരം വെളിപാട് വഴി. 85ൻ്റെ ഉത്തരം പൗലോസ് ലേഖ. 86ൻ്റെ ഉത്തരം വിശ്വാസം വഴി. 87ൻ്റെ ഉത്തരം അറിവിനെ. 88ൻ്റെ ഉത്തരം ആത്മാവിൻ്റെ. 89 കൃപ. 90ൻ്റെ ഉത്തരം വിജാതീരെ പോലെ. 91ൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ ക്രോധം. 92ൻ്റെ ഉത്തരം വിശുദ്ധർക്ക്. 93ൻ്റെ ഉത്തരം വാക്കുകൾ കൊണ്ട്. 94ൻ്റെ ഉത്തരം ആത്മാവിൽ. 95ൻ്റെ ഉത്തരം ബഹുമാനത്തെ പ്രതി. 96ൻ്റെ ഉത്തരം കുട്ടികളെ. 97 കർത്താവിന്. 98 ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. 99 ആത്മാവിൽ. 100 ധീരതയോടെ. 100 ധീരതയോടെ.